ചെട്ടിയാമൊഴി പൂമലച്ചാൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി സജി ചെറിയാൻ അവർകൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന അനുവദിച്ച 1 കോടി രൂപയുടെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ദീർഘനാളുകളായി വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന ഈ ചെട്ടിയാമൊഴി പൂമലച്ചാൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ച മന്ത്രി സജി ചെറിയാന് നാട്ടുകാരുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ റോഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ സഹകരിക്കണം. അതോടൊപ്പം നമ്മുടെ കൗൺസിലർ ബഹുമാന്യ സൂസമ്മ എബ്രഹാം അവറുകൾ എല്ലാവരുടെയും സഹകരണത്തോടെ ഇതിൻ്റെ പൂർത്തീകരണം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒരുപാട് വർഷങ്ങളായി പരിതാപകരമായി കിടന്ന റോഡിന് അതിൻ്റെ പണി തുടങ്ങാനായിട്ട് ഇന്നേ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. അതിനെല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നുണ്ടായിരിക്കും. ബഹുമാന്യരെ, ചെങ്ങന്നൂർ നഗരസഭയിലെ 18-ാം വാർഡിലെ ചെട്ടിയാമൊഴി പൂമലച്ചാൽ റോഡ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു നല്ല റോഡ്. അതോടൊപ്പം തന്നെ അത് പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു റോഡും കൂടിയാണ്. ചെങ്ങന്നൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ 780 മീറ്റർ നീളമുള്ള റോഡ് ഒറ്റയടിക്ക് നമുക്ക് അത് വൃത്തിയാക്കി എടുക്കുന്നതിനുള്ള സാമ്പത്തികം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഒന്നാം ഘട്ടമായിട്ട് നഗരസഭയുടെ അതായത് വാർഡിന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് തുടക്കത്തിൽ ഒരു 160 മീറ്റർ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കത് വൃത്തിയാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഒരുപാട് പ്രതിഷേധങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് മുഴുവനും തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രി ഈ റോഡിൻ്റെ അവസ്ഥ കൗൺസിലർ എന്ന നിലയിൽ ഈ റോഡിന് വേണ്ടി 2-3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. എന്നാൽ നാട്ടുകാരും നിരന്തരമായി അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ അനുവദിച്ച് റോഡിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഈ റോഡ് കെട്ടിത്തീരുവാൻ തക്കവണ്ണം എല്ലാവരുടെയും സഹകരണമുണ്ട്. നാട്ടുകാർ നല്ല സഹകരണമാണ്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം തോന്നിയത് അനുവദിച്ച മന്ത്രിയോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഒപ്പം എല്ലാവിധമായ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.